ഹലോ ഫ്രണ്ട്സ്, കൂർക്കയിട്ട നല്ല ചെമ്മീനും തേങ്ങ അരച്ച കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ കണ്ടു നോക്കുക. ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ചെമ്മീൻ കൂർക്ക നല്ല കുടംപുളി ഇട്ട് തേങ്ങ അരച്ച കറി നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആദ്യം കൂർക്ക വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ്സോളം, ഏകദേശം ഒരു 1/4 കിലോ കൂർക്ക, നന്നാക്കിയ കൂർക്ക, അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് വേവാൻ ആവശ്യത്തിന് ഉള്ള വെള്ളം കുറച്ച് നീട്ടി എടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ചെമ്മീനും ഇട്ട് വേവിക്കാനുള്ളതാണ്. അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കൂർക്കയെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 to 7 മിനിറ്റ്സ് എടുക്കുമായിരിക്കും കൂർക്ക വെന്ത് കിട്ടാനായിട്ട്. വേണമെങ്കിൽ പ്രഷർ കുക്കറിലും കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചട്ടി തന്നെയാണ് ചെയ്യുന്നതെന്ന് മാത്രം. അതിനെ മൂടി വെച്ച് വേവിക്കാൻ പോകും. അപ്പോൾ ചെമ്മീൻ കറിക്കുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു പകുതി തേങ്ങ ചിരവിയത്, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം. പിന്നെ അതിനകത്ത് ചേർക്കാനായിട്ട് ഒരു ചെറിയ സവോള, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ആ ചെമ്മീനിട്ട് കുക്ക് ചെയ്യുമ്പം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. നമ്മുടെ കൂർക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ ചെമ്മീൻ, ഞാൻ ചെമ്മീൻ ചെറുതായിട്ടാണ് മുറിച്ചേക്കുന്നത്. നല്ല വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മുറിച്ച് ഒരു 1/4 കിലോ ചെമ്മീൻ ഇട്ട് കൊടുത്തു. പിന്നെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുത്തു. എന്നിട്ട് ചെമ്മീൻ അറിയാലോ അധികം കുക്കിംഗ് ടൈം ഇല്ല. ഒരു 2 മിനിറ്റ്സ് നമുക്ക് ആദ്യം ചെമ്മീനെ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ തേങ്ങയുടെ ഗ്രേവി, തേങ്ങ അരച്ച ഗ്രേവി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് കുടംപുളി വേണ്ട. എപ്പോഴും ചെമ്മീന് കുടംപുളി വേണം. ഒരു ചെറിയ 3 കഷ്ണം കുടംപുളി കുതിർത്തത് ആഡ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ തേങ്ങ അരച്ച പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കുക. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ മിക്സി കഴുകിയ വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് കുറച്ചും കൂടെ ഗ്രേവി വേണം. അപ്പോൾ ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. ഇപ്പം നോക്കുമ്പം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത്രയും വേണം. ഇതിന് തിളച്ച് ആ തേങ്ങ അരച്ചതും ഒക്കെ ആ കൂർക്കയിലും ചെമ്മീനിലും ഒക്കെ ഒന്ന് പിടിക്കട്ടെ. കുടംപുളിയുടെ പുളിയും ഇറക്കി ഇറങ്ങി കറിയിൽ പിടിക്കും. ഇപ്പം നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ചെമ്മീനൊക്കെ വെന്ത് വരുന്നുണ്ട്. ഒരു 1 മിനിറ്റിനോട് കഴിയുമ്പോൾ നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കടുക് വറുത്തിട്ട് ഇട്ട് കൊടുക്കണം. കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് നമുക്കതിനെ ഗാർണിഷ് ചെയ്ത് നമ്മൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടില്ല. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന കൂട്ടത്തിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നല്ലൊന്ന് ബ്രൗണാണ്. ചെറിയ ഉള്ളി ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉലുവ, ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ആ ചെമ്മീൻ കറിയുടെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും ടേസ്റ്റ് എന്നറിയോ? നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റ്. ഇതെല്ലാം മൂത്തത് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാൻ പോവുക. ഞാൻ അടപ്പ് മാറ്റിയിട്ട് കറിയുടെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ കൂർക്ക തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂർക്കയും ചെമ്മീനും കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്യണേ.